റബ്ബിൽ തവക്കുലാക്കിയ ഈമാനുള്ള റബ്ബിൽ തവക്കുലാക്കിയ ആളുകളെ റബ്ബ് ഏറ്റെടുക്കും. ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ, റബ്ബിൽ ഏൽപ്പിച്ച ആളുകളെ റബ്ബ് ഏറ്റെടുക്കും. അല്ലാത്തവരെയോ, അല്ലാത്തവർ റബ്ബിനെ ഏൽപ്പിച്ചില്ല. അപ്പോൾ ബാക്കിൽ വരുന്നവൻ പൊറുക്കും. ആരാ ബാക്കിൽ വരുന്നവൻ? പിശാച്. നമ്മൾ ഈ കൊയ്ത്ത് കാലത്തൊരു സ്വഭാവമുണ്ട്, എന്താണെന്നറിയോ? കൊയ്ത്ത് കാലത്തൊരു സ്വഭാവമുണ്ട്. നമ്മൾ കൊയ്യുമ്പോൾ ഇങ്ങനെ കൊയ്യുമ്പോൾ കൊയ്ത്തുകാരുടെ അരിവാളിൽ പെടാത്ത കതിരുകൾ ഇങ്ങനെ പുറത്തേക്ക് പോകും. അതിൽ നിയമമില്ല, അതിന് പൊതു കർഷക നിയമമുണ്ട്. എന്താ നിയമം? കൊയ്ത്തുകാർ ഒഴിവാക്കിയത് ആർക്കും എടുക്കാം. അത് കർഷകന്റെ പാടത്തുണ്ടായാലല്ലേ? അതെ. പക്ഷെ കൊയ്ത്തുകാരന്റെ അരിവാൾ ഒഴിവാക്കിയാൽ പിന്നെ അത് ആർക്കും എടുക്കാം. അതിന് പെറുക്കാൻ വേണ്ടി പഴയ കാലത്ത്, ദാരിദ്ര്യ കാലത്ത് കുട്ടികൾ അങ്ങനെ നടക്കും. അപ്പൊ എന്താ അതിന്റെ അവസ്ഥയെങ്കിൽ അങ്ങനെ നടക്കും. അവര് മദ്രസ സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസമാണ് കൊയ്ത്ത് വന്നതെങ്കിൽ വലിയ ഇഷ്ടമായിരിക്കും. ചില കുട്ടികളൊന്നും അക്കാലഘട്ടത്തിൽ കൊയ്ത്തുള്ള ദിവസം സ്കൂൾ ഉണ്ടെങ്കിൽ തന്നെ പോകില്ല. എന്തുകൊണ്ട്? പട്ടിണിയോട് പട്ടിണിയായിരിക്കും പേരിൽ. ആ കുട്ടികൾക്കൊക്കെ എമ്പാട് കിട്ടും ചെയ്യും. എങ്ങനെ? അവര് രാവിലെ കൊയ്ത്തുകാരെ കൂടെ എങ്ങനെ ഇറങ്ങും. എന്നിട്ട് അതെന്താണെങ്കിലും കൊയ്ത്തുകാർ ശ്രദ്ധിക്കാതെ ഇങ്ങനെ കതിരുകൾ പുറത്തു പോകും. ആ കതിരുകളെല്ലാം പേര് പൊറുക്കും. അതിന് നിയമമില്ല. എന്തേ അത് നീ എടുത്തു? അത് നിയമമില്ല. എന്തുകൊണ്ട്? കൊയ്ത്തുകാരുടെ അരിവാളിൽ പെടാത്തത് മുഴുവൻ ആർക്കും എടുക്കാം. ആ നാട്ടുകാർക്ക് എടുക്കാം, അന്യ നാട്ടുകാർക്ക് എടുക്കാം, കുട്ടികൾക്ക് എടുക്കാം, മുതിർന്നവർക്ക് എടുക്കാം, പശുക്കൾക്ക് തിന്ന ആർക്കും തിന്ന. കൊയ്ത്തുകാരുടെ അരിവാളിനെ ഏൽപ്പിക്കാത്തത് ആർക്കും എടുക്കാം. എന്നതുപോലെ അള്ളാഹുവിനെ ഏൽപ്പിക്കാത്ത ആരും ഇബ്ലീസ് എടുക്കും. ഇബ്ലീസിന് ആ സ്വന്തം ആളില്ല, വീണ് കിട്ടുന്നത് പെറുക്കുന്ന ആളാ. ഇബ്ലീസിന് കൃഷിയില്ല, വഴിയിൽ വീണ് പോകുന്നവരെ പെറുക്കുന്ന പരിപാടിയാ. എന്നാൽ തന്നെ നല്ലോണം കിട്ടും. ചെറിയ കൊയ്ത്തോണ്ട് തന്നെ ഇഷ്ടം പോലെ കിട്ടും. സ്കൂളൊന്നും ഒഴിവാക്കേണ്ട ആവശ്യം ഇബ്ലീസിന് വരില്ല. എന്തുകൊണ്ട്? കൊയ്ത്തുകാരുടെ അരിവാളിൽ പെടാത്തതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ ഉണ്ടാവുക. ഇതാണ് നമ്മളെ. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കാത്ത കാലത്തോളം നമ്മൾ ആരെ കയ്യിലായിരിക്കും? ഇബ്ലീസിന്റെ, പിശാചിന്റെ കയ്യിൽ. ശ്രദ്ധിക്കണം കേട്ടാ. ഒരു സെക്കൻഡ് കണ്ണ് തെറ്റരുത്. ഉപോത്ബലകമായ ഒരു ആയത്തിനെ ഞാൻ വീണ്ടും കാണിക്കും. ആയത്തിനെ ആയത്ത് കൊണ്ട് വ്യാഖ്യാനിക്കുകയാണ്. വേറെ ആയത്തുകൂടെ ഇതിനെ ഞാൻ കാണിക്കും. ശ്രദ്ധിക്കണം. നഹ്ൽ അധ്യായത്തിൽ നിന്നാണ് ഞാൻ നേരത്തെ നമ്മൾ ഈ ഓതിയത്. ഏത്? ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. അല്ലാഹുവിനെ ഏൽപ്പിക്കാത്ത ആളുകളെ പിശാച് ഏറ്റെടുക്കും. ഇനി ഞാൻ വേറൊരു ആയത്ത് കൂടി നിങ്ങൾക്ക് കാണിക്കാം. ഉപോത്ബലകമായി നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളുടെ വലിപ്പം മനസ്സിലാവും. ഉപോത്ബലകമായി ഒരു ആയത്ത് കൂടി കാണിക്കാം. ബഹുമാനപ്പെട്ട സുഖ്റുഫ് അധ്യായത്തിന്റെ 36-ാമത്തെ വചനം. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين. ومن يعش عن ذكر الرحمن, റഹ്മാനായ രക്ഷിതാവിന്റെ സ്മരണയും വിട്ടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ നുഖയ്യിദ് ലഹു, നാം അവന് നിശ്ചയിച്ചു കൊടുക്കും ശൈത്താനൻ, ഒരു ശൈത്താനിനെ. ഫഹുവ, ആ പിശാചി, ലഹു, ഇവന് ഖരീൻ, വിട്ടുപിരിയാത്ത ചങ്ങാതിയായി കൂടെ ഉണ്ടാവും. സുഖ്റുഫ് അധ്യായം 36-ാമത്തെ വചനം. പിശാചിനെ കത്തയച്ച് വരുത്തേണ്ടതില്ല. എപ്പോൾ അള്ളാഹു എന്ന ചിന്ത വിട്ടോ ആ സെക്കൻഡ് ആരുണ്ടാവും? പിശാച് പെറുക്കും. അപ്പ പെറുക്കും. ഇതൊക്കെ റബ്ബിന്റെ കലാമിലുള്ള വർത്താനങ്ങളാ. പക്ഷെ നമ്മൾ ചിന്തിച്ചില്ല. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين. ومن ഏതൊരാൾ യഅ്ശു ജീവിക്കുന്നുവെങ്കിൽ അൻ ദിക്രി റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ ചിന്തയും വിട്ട് റബ്ബിന്റെ ദിക്ർ ഇല്ലാതെ ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ നുഖയ്യിദ്, നാം നിശ്ചയിച്ചു കൊടുക്കും, ലഹു, അവന്, ശൈത്വാനൻ, ഒരു പിശാചിനെ. ഫഹുവ, ആ പിശാച്, ലഹു, ഇവന്, ഖരീൻ, വിട്ടുപിരിയാത്ത കൂട്ടുകാരനായി നിൽക്കും. അങ്ങനെ വേണം. എന്തുകൊണ്ട്? കുറഞ്ഞ പണിയല്ലേ ഉള്ളൂ. കുറഞ്ഞ പണിക്ക് അറ്റല്ലാത്ത കൂലിയല്ലേ. അപ്പൊ പണി ഭയങ്കരമായിരിക്കും. ഇന്നല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത്
وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. എന്നും സുഖിക്കാൻ വേണ്ടി അവർ പറഞ്ഞേക്കും. അപ്പൊ കുറഞ്ഞ ഡ്യൂട്ടിയാ 60 കൊല്ലം 50 കൊല്ലം, അത് 15 വയസ്സ് അത് എടുക്കൂല. അത് പരിശീലന കാലഘട്ട പഠിച്ചോട്ടെ. പ്രായപൂർത്തിയാക്കി കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് ചേർക്കുള്ളൂ. അതുവരെയോ അതുവരെ ഫ്രീയാ, കഴിയുന്നത് ചെയ്താൽ മതി. പരിശീലനം. പ്രായപൂർത്തിയാക്കി കഴിഞ്ഞാലോ ഡ്യൂട്ടി. ഏതുവരെ ഡ്യൂട്ടി? മരണം വരുന്നത് വരെ ഡ്യൂട്ടി. ഡ്യൂട്ടികൾ കഴിഞ്ഞാലോ പിന്നെ ഫ്രീയാ. എത്ര കാലം? ഖാലിദീന ഫീഹാ, എന്നും ഫ്രീയാ. അപ്പോൾ ഈ ഡ്യൂട്ടിയിലുള്ള ഒരു സമയത്ത് അടിസ്ഥാന ലക്ഷ്യം ഒരു സെക്കൻഡ് വിട്ടുപോകാൻ പാടില്ല. എന്താ അടിസ്ഥാന ലക്ഷ്യം? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്റെ ദിക്റിന് വേണ്ടിയല്ലാതെ ഞാൻ ഈ മനുഷ്യരെയും ജിന്നുകളെയും പഠിച്ചിട്ടേ ഇല്ല. അതാണ് ഇബാദത്ത്. അല്ലാഹു എന്ന ദിക്റാണ് ഇബാദത്ത്. അത് നിസ്കാരാണെങ്കിലും നിസ്കാരമല്ലെങ്കിലും. എന്താ ഇബാദത്ത്? നിസ്കാരമായി വരും, ചിലപ്പോൾ നോമ്പായി വരും, ചിലപ്പോൾ നിസ്കാരം ഉണ്ടാവില്ല, നോമ്പുണ്ടാവില്ല, വെറുതെ ഒത്തിരിക്കുക. പക്ഷെ ഫിക്റിലേക്കും ആരിൽ അല്ലാഹ്. അതൊരു ഇബാദത്ത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ ജിന്നിനെയും ഇൻസിനെയും പഠിച്ചിട്ടില്ല. എന്താ ഇബാദത്ത്? ദിക്റുർ റഹ്മാൻ. അത് സ്വലാത്താവും, ചിലപ്പോൾ സോമാവും, ചിലപ്പോൾ സകാത്താവും, ചിലപ്പോൾ ജംഉൽ മാലി ലിൽ ഇൻഫാഖ് വൽ കസ്ബ് വൽ മആശിൽ ഹലാൽ. ഹലാലായ മഈശത്തിന് വേണ്ടി കച്ചവടം ചെയ്യലായിരിക്കും. പക്ഷെ ലക്ഷ്യം അപ്പോഴും ആരാണ്? അല്ലാഹ്. ഒരു സെക്കൻഡ് മനസ്സിന്റെ കണ്ണാടിയിൽ നിന്ന് ഒരു മുഅ്മിനായ മനുഷ്യന് നീങ്ങിപ്പോകുന്ന സമയം ഇല്ല. ആര്? അല്ലാഹ്. കക്കൂസിലിരിക്കുമ്പോൾ കുറച്ച് നേരത്തെ അവൻ നീങ്ങും, ഇനം പുറത്തിറങ്ങിയാൽ ഉടനെ ഒഫ്രാനൊക്കെ പറയും. ഉണർച്ചയിലോ ഉറക്കല് അവന്റെ മിൽക്ക് അവന് അധികാരമല്ല, അവന്റെ നഫ്സിന്റെ അധികാരം അവന്റെ മേലല്ല. അപ്പോൾ അവസാനത്തെ സെക്കൻഡിൽ അവൻ ദിക്ർ ചൊല്ലും, ആദ്യത്തെ സെക്കൻഡിലും ദിക്ർ ചൊല്ലും. വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ് എന്ന് പറഞ്ഞ പോലെ തുടക്കം കൊടുക്കും. അതിന്റെ അപ്പുറം അവന് മിൽക്കില്ല, അധികാരമില്ല. ഉറങ്ങിയാൽ പിന്നെ അവനെ നഫ്സിന്റെ മേൽ അധികാരമില്ല. എങ്ങാനും ദിക്ർ ചൊല്ലി കടന്നിട്ട് എന്തോ ഒരു വർത്താനം പറഞ്ഞാലോ പിന്നെ ദിക്റിലും. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ചില ആയത്തുകൾ പറഞ്ഞു കൊടുത്തു മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് പറഞ്ഞു വനം അലാ ആഖിരിഹാ, അതാണ് കഴിഞ്ഞാൽ ഉറങ്ങിക്കളാൻ. മനസ്സിലായില്ലേ? ഹബീബായ റസൂലുള്ളാഹി പറ മുത്ത് മുഹമ്മദ് മുസ്തഫ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലേണ്ട ആയത്തുകളും അദ്കാറുകളും പറഞ്ഞു കൊടുത്തിട്ട് ഹബീബായ നബി അവസാനം പറയാം വനം അലാ ആഖിരിഹാ, വനം അലാ ആഖിരിഹാ. അതിന്റെ അവസാനത്തിലാണ് ഉറങ്ങിക്കളാം. എണീക്കുമ്പോഴോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ, അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാഹ്. അപ്പോൾ ദിക്റിൽ ഉറങ്ങി, ദിക്റിൽ എണീറ്റു. ദിക്റല്ലാത്തൊരു സെക്കൻഡില്ല. ദിക്ർ എന്നാൽ എന്താ? എന്റെ റബ്ബിനെ കുറിച്ചുള്ള വിചാരം എന്നിൽ രൂഢമൂലമാവുക. അതാ ദിക്ർ. നാവുകൊണ്ട് ചിലപ്പോൾ പറയാം, ചിലപ്പോൾ പറയാതിരിക്കാം. അവയവങ്ങൾ കൊണ്ട് ചെയ്യാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ വേറെ നേരെ എവിടെയാണ്? നമുക്കാകെ ഇവിടെ 60 ചില്ലാന കൊല്ലത്തെ ഡ്യൂട്ടിയുള്ളൂ, അല്ലെങ്കിൽ 70, അല്ലെങ്കിൽ 80. അക്കല്ലുന്നാസിയായി വിട്ടിറക്കുള്ളൂ. ചിലപ്പോൾ 40 പോകും, ചിലപ്പോൾ 25-35 ആയപ്പോൾ തന്നെ എന്നെ ഒരാളി പറഞ്ഞു ഡ്യൂട്ടി പിൻവലിച്ചു, പോയിക്കോ. 35 ഒക്കെ ഡ്യൂട്ടി കഴിഞ്ഞു, ഇറങ്ങി. ഇനി സുഖം തന്നെ, കാറ്റങ്ങനെ അടിച്ച് സ്വത്തിലങ്ങനെ താമസിക്കും. ഡ്യൂട്ടി കഴിഞ്ഞു. അതുവരെയോ ഡ്യൂട്ടി തന്നെ. അതുകൊണ്ടാ പറഞ്ഞത്, അതുകൊണ്ടാണ് വൃദ്ധനായ ആൾ ദിക്ർ ഒഴിവാവില്ല. നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരിക്കണം, ഇരിക്കാൻ കഴിയില്ലെങ്കിൽ കിടക്കണം, എന്നിട്ട് ദിക്റാവണം. അങ്ങനെ തന്നെയല്ലേ? നിൽക്കാൻ കഴിയുന്നവർ നിൽക്കുക, അല്ലെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ കിടക്കുക. എന്തുകൊണ്ട് ഒരു സെക്കൻഡ് അല്ലാഹു എന്ന ദിക്റിൽ നിന്ന് അബ്ദ് ഒഴിവാവുകയില്ല? അപ്പോൾ അബ്ദിന്റെ കാര്യം മഹബൂദ് ഏറ്റെടുത്തു. എവിടുത്തെ കാര്യം? ഇവിടുത്തെ കാര്യം അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അവന് വയറ് വിശക്കാണെങ്കിൽ അതിന്റെ പണി അത് മുതലാളി ഏറ്റിട്ടുണ്ട്. അതിന് മുതലാളിക്ക് പണിയുണ്ട്, മുതലാളി അതിന്റെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്യും. അതിൻ്റെ ഇടയിൽ തളർന്നു വീഴാണെങ്കിലും അവന് കൊണ്ടുപോകാൻ ആളുണ്ട്. ആംബുലൻസ് നോക്കണ്ട, ഈ ആംബുലൻസ് ഉണ്ടെങ്കിൽ തളർന്നു വിടാൻ മതി, അതിന് കൊണ്ടുപോകാൻ ആളുണ്ട്. പട്ടിണിയാണെങ്കിലോ തീറ്റ കൊടുക്കാൻ ഒപ്പുണ്ട്. എന്നാൽ ഇത് കഴിഞ്ഞിട്ടല്ല ലോകമുണ്ട്. അവിടെ പരിപാടി, ഇവിടെ പണിയെടുത്തിട്ടില്ലെങ്കിൽ ശമ്പളത്തിന് പോയി നിന്നിട്ട് കാര്യമില്ല, ശമ്പളം ഉണ്ടാവില്ല.
സദാസമയവും റഡാറിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു എന്ന ചിന്ത ഇല്ലാതെ അബ്ദിനെ ഒരു സെക്കൻഡ് വിട്ടുകിടന്നാൽ അബ്ദിനെ മഅബൂദ് ഏറ്റെടുക്കും. അപ്പോൾ ആരേറ്റെടുക്കും? പിശാച്. ഞാൻ പറഞ്ഞുതരാം. വലിയ വലിയ പ്രാമാണികരായ ബാലിങ്ങളായ ആരിഫീങ്ങളുടെ തഫ്സീർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് റബ്ബിന്റെ സഹായത്താൽ. ഇന്ന് വായിച്ചു തീർന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച വായിക്കും. ഒരാണായാലും പെണ്ണായാലും ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ ചിന്തയും വിട്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവന് നാം നിശ്ചയിച്ചു കൊടുക്കും ശൈത്വാനൻ, ഒരു പിശാചിനെ. ആ പിശാച് ലഹു ഇവന് കരീൻ, വിട്ടുപിരിയാത്ത കൂട്ടുകാരനായി നിൽക്കും. ഊണിന് ഉറക്കനും കൂടാറുണ്ടാവും. ഊണിന് ഉറക്കനുണ്ടാവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹ് എന്നുള്ള ചിന്തട്ടാ. പുറത്തു പോരാ. ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹു എന്ന ചിന്ത. ബഹുമാനപ്പെട്ട ഉള്ളിന്റെ ഉള്ളിൽ പുറത്തു പോരാ. ഉള്ളിനുള്ളിൽ അള്ളാഹു എന്ന ചിന്തയില്ലെങ്കിൽ പിശാചാകും അവരെ പെറുക്കുക. പിന്നെ അവർ നല്ലത് ചെയ്യും, പക്ഷെ നല്ലതാവില്ല. അവരെ ധാരണയിൽ നല്ലതായിരിക്കും, പക്ഷെ നല്ലതാവില്ല. എന്തുകൊണ്ട്? അള്ളാഹ് ഏറ്റെടുക്കാത്ത ഒരു കാര്യം നല്ലതാവില്ല. അള്ളാഹു ഒരാളെ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അവൻ നല്ലത് ചെയ്താലും നല്ലതാവില്ല. അവസാനത് കോലം കെടും. ചില ആളുകൾ നിസ്കരിക്കും, ഉള്ളിൽ അള്ളാഹ് ഉണ്ടാവില്ല. ചില ആളുകൾ നോമ്പ് വെക്കും, ഉള്ളിൽ അള്ളാഹ് ഉണ്ടാവില്ല. ഫലം ഉണ്ടാവോ? ഒരു ഫലം ഉണ്ടാവും. ചിലർക്ക് വിവരണ്ടാവും, ഫലം ഉണ്ടാവില്ല. ചില ആളുകൾക്ക് വിവരമുണ്ടാവില്ല, ഫലം ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട സഹീൽ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിനോട് ഔലിയാക്കളിൽ സയ്യിദായ നേതാവായ സഹീൽ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞു, എനിക്ക് എന്റെ ഉസ്താദ് മത്ത് പിടിക്കൽ 4 വകയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെയാ? ഔലിയാക്കളിൽ നേതാവായ ബഹുമാനപ്പെട്ട സഹീൽ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞു, എന്റെ ഉസ്താദ് അബു ഹംസ എന്നവര് എനിക്ക് മത്ത് പിടിക്കൽ 4 വകയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഓഹോ, ആ 4 മത്ത് പിടിക്കൽ, 4 വകുപ്പിലുള്ള മത്ത് പിടിക്കൽ ഏതാണ് എന്ന് എന്റെ ഉസ്താദ് പഠിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ടാ. അപ്പോൾ അയാൾ പറഞ്ഞു അസക്രു അർബഅ, മത്ത് പിടിക്കൽ 4 എണ്ണമാണ്. അതെന്തൊക്കെ? ഒന്ന് സക്രു ശറാബി, ഒന്ന് കള്ളിന്റെ മത്ത്. രണ്ടാമത്തേതോ സക്രു ശബാബി, യുവത്വത്തിന്റെ മത്ത്. മൂന്ന് വസക്രുൽ മാലി, സമ്പത്തിനോടുള്ള മത്ത്. വസക്രു സൽത്തനത്തി, അധികാരത്തിനോടുള്ള മത്ത്. മത്ത് പിടിക്കൽ 4 ജാതിയാണ് എന്ന് എന്റെ ഉസ്താദ് അബു ഹംസ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഒരിക്കൽ ഒരാൾ സഹീൽ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. റളിയല്ലാഹു അൻഹു ഒന്നുകൂടി പറയാം. മത്ത് പിടിക്കൽ 4 ജാതി. ഒന്ന് കള്ളിൽ മത്ത് പിടിക്കും. 2 സക്രു ശബാബി, യൗവനത്തിന്റെ മത്ത്. എന്നും യൗവനം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള കളി കളിക്കും. അതിന്റെ മത്ത് പിടിച്ചോര് അതിന് പിന്നാലെ പായും. എന്നും യൗവനം നിലനിൽക്കാൻ. വസക്രുൽ മാലി, സമ്പത്തിനോടുള്ള മത്ത്. അത് 3ാമത്തെ മത്താണ്. ചില ആളുകൾക്ക് ആ മത്ത് പിടിക്കും. അത് മത്താ തന്നെ. വസക്രു സൽത്തനത്തി, ചില ആളുകൾക്ക് അധികാരത്തിനോട് മത്ത്. അധികാരം പോകാൻ പാടില്ല. എങ്ങനെ അധികാരം പോകരുത്. മെമ്പറായി പിന്നെ അവസാനം വനിതാ വാർഡായപ്പോൾ എന്ത് ചെയ്ത്? പെണ്ണുങ്ങൾ നിർബന്ധിച്ച് കയറ്റി. ആ പെണ്ണാണെങ്കിൽ ഇക്കാലം വരെ പുറത്തിറങ്ങിയിട്ടില്ല, എന്നാലും പുറത്തിറക്കി. എന്തുകൊണ്ട്? അധികാരം നമ്മളെ പെരിയുന്നത്. പിന്നെ നമ്മളെ പെരിയുന്നത് അധികാരം പോകാൻ പാടില്ല. എന്ന് കവി പറഞ്ഞതുപോലെ എന്ന് കവി പറഞ്ഞതുപോലെ ആലുത്തലഹത്തിൽ നിന്ന് ഒരിക്കലും അധികാരം പോവുകയില്ല, എല്ലാം അവിടെ വന്ന് കൂടും എന്ന് പറഞ്ഞതുപോലെ പെണ്ണുങ്ങളാക്കി. എന്ത് അധികാരത്തിന്? അപ്പോൾ പറഞ്ഞു, എന്റെ ഉസ്താദ് എന്നെ ഇപ്പോഴും പൂർത്തിയാക്കി പഠിപ്പിച്ചിട്ടില്ല. മത്ത് പിടിക്കൽ 4 ജാതിയല്ല, 6 ജാതിയാണ്. ഈ 4ന്റെ പുറമെ ഇനി 2 കൂടി. അതെന്താ?
അതൊന്ന് മൗല്യന്മാർക്ക് പണ്ഡിതന്മാർക്ക് ഉള്ള ഒരു മത്ത്, അവർക്ക് ദുനിയാവിനോട് മോഹം ഉണ്ടാവുക. നാവിൽ അല്ലാഹ് ഉണ്ടാവും, പക്ഷേ മനസ്സിൽ ദുനിയാവ്. അത് വേറൊരു മത്താണ്. സക്റുൽ അൽമി പണ്ഡിതന്മാർക്ക് പിടിക്കുന്ന മത്താണത്. മോനിയുടെ മനസ്സെപ്പോഴും എവിടെയാണ്? ദുനിയാവാണ്. നാവിൽ അല്ലാഹുണ്ട്, എന്നാൽ മനസ്സിൽ അല്ലാഹു ഇല്ല. മനസ്സിലുള്ളത് ദുനിയാവാണ്. അപ്പോൾ ആ മോനിയുടെ കരീം ശൈത്താനാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ മനസ്സോർക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു. പിന്നെയോ ഇനി എന്റെ മത്തേ സക്റുൽ അൽമി യുരീദു അൻ യുസ്നാ ബിൽ ഇബാദ وأن تشار إليه الأنامل بالأنامل وأن يشار إليه بالأنامل وسكر العامين നാടന്മാർക്ക് പിടിക്കുന്ന മത്ത് يريد أن يثنى بالعبادة ആരാധന കൊണ്ട് പ്രശംസിക്കപ്പെടണമെന്നവൻ ആഗ്രഹിക്കുക. وأن يشار بالأنامل ഏത് വിരൽ കൊണ്ടും അവനിലേക്ക് ചൂണ്ടപ്പെടണമെന്നും അവൻ ആഗ്രഹിക്കുക. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൻ ഭയങ്കര ഉഷാറാണ്. പറയാൻ അവൻ കൊതിച്ചിട്ട് പള്ളിയിൽ വരിക. ഓ നല്ലോനാണ് എന്ന് നാട്ടുകാർ പറയൽ അവൻ്റെ ലക്ഷ്യമാവുക. നാടന് മത്ത് പിടിക്കും. ജമാഅത്തിന് പോയി പിന്നെ ജമാഅത്തിന് മത്താവും. ജമാഅത്ത് പോക്ക് നിർത്താൻ വേണ്ടി പറയല്ല. ലക്ഷ്യം ആരാവില്ല, അതാവില്ല. അനാമിൽ വിരൽ കൊടികൾ മുഴുവൻ അവനിലേക്ക് ചൂണ്ടണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ഇബാദത്ത് കൊണ്ട് അവനെ പ്രശംസിക്കപ്പെടണമെന്നാണ് അവൻ്റെ മോഹം. മൂല്യര് അങ്ങാടിയെ പറ്റി ചിന്തിക്കുമ്പോൾ അങ്ങാടിയുള്ളവൻ പള്ളിയെ പറ്റി ചിന്തിക്കുക. രണ്ടാക്കും ലക്ഷ്യം അതല്ല, രണ്ടാക്കും ലക്ഷ്യം ദുനിയാവാ. മൂല്യർക്ക് പണം ഉണ്ടാക്കുക, മറ്റോന് പ്രശംസ ഉണ്ടാക്കുക. മനസ്സിലായോ? മത്ത് പിടിക്കൽ എന്നാൽ അത് 4 ജാതിയല്ല, 6 ജാതിയാണ്. ഒന്ന് സക്രു ഷറാബി, ഒന്ന് മദ്യത്തിന്റെ മത്താണ്. സക്രു ഷബാബി, ഒന്ന് യൗവനം നിലനിർത്താനുള്ള മത്താണ്, ഓട്ടമാണ്. വസക്രുൽ മാലി, സമ്പത്തിനുള്ള മത്താണ്. വസക്രു സൽത്തനത്തി, അധികാരം നിലനിർത്താനുള്ള മത്താണ്. അപ്പോൾ മഹാനായ അല്ലാഹുവിന്റെ ആലിമീങ്ങളിൽ മഹാനായ ബഹുമാനപ്പെട്ട സഹൽ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കഴിഞ്ഞിട്ടില്ല, മത്ത് 2 ജാതിയുണ്ട്. സക്റുൽ ആലിം മൂല്യന്മാർക്ക് പിടിപെടുന്ന മത്താണ്. മാലത്തിനും സുഹു ഇല ദുനിയാ, മൂല്യന്റെ മനസ്സ് എവിടേക്കാണ് ചാഞ്ഞിട്ടുള്ളത്? അല്ലാഹുവിലേക്കല്ല, ദുനിയാവിലേക്കാണ്. പറയുന്നത് മുഴുവൻ ആരെ പറ്റിയാണ്? അല്ലാഹുവിനെ പറ്റിയാണ്. എന്നാൽ ചിന്ത മുഴുവൻ എന്തിനെ പറ്റിയാണ്? ദുനിയാവിനെ പറ്റിയാണ്. തിരിച്ച് മൂല്യരങ്ങാടിയെ പറ്റി ചിന്തിക്കുക. അങ്ങാടിയുള്ളവനോ നാടന്മാർക്ക് പിടിപെടുന്ന ഒരു മത്തുണ്ട്. ഇബാദത്ത് കൊണ്ട് അവനെ പ്രശംസിക്കപ്പെടണമെന്നാണ് അവന്റെ മോഹം. അത് കേൾക്കാൻ അവനൊരു സുഖ. നമ്മൾ ആലമിക്കുട്ടിന്റെ ഓനാണ് നമ്മളെ നാട്ടിലൊരാള്. വെള്ളിയാഴ്ച നേരം വെളുത്താ പള്ളി കേൾക്കും. ആദ്യം പള്ളി കേൾക്കാൻ വന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. പിറ്റത്താഴ്ച വന്നത് നാട്ടിൽ കൊണ്ടിയാണ്. വീടിയ കൊല്ലം കുറേ ആൽമിക്കുട്ടി വരികയാണ് വരെ വെള്ളിയാഴ്ച പള്ളിക്ക് പൊടി ഉണ്ടാവില്ല. ആൽമിക്കുട്ടി മരിച്ചാൽ എന്താവും? അപ്പോൾ എല്ലാവരും ബേജാറാവും, ഓനും ബേജാറാവും, ഉള്ളിൽ ചിരിക്കും. ഏതായാലും എൻ്റെ പണിയെ നാട്ടുകാർ അംഗീകരിച്ചു. ഓരോന്നിനും ഒരു ഇന്നുണ്ട്, അവിടെ കൊണ്ടേ നോക്കണം. എന്താ ലക്ഷ്യം? ഇല്ലെങ്കിൽ പിശാച് കൂടും. എങ്ങനെ കൂടും? മുതലൊപ്പം കൂടും, നാടനൊപ്പം കൂടും. നാടനൊപ്പം കൂടും. സുന്നത്ത് സ്കെച്ച് മൂല്യമാർ ചീത്തറിയണില്ലേ? വലിയ താടിയും വെച്ച് സുന്നത്ത് നിസ്കരിച്ച് ആലിമീങ്ങളെ ചീത്തറിയുന്ന സംഘടനകളുണ്ട്, പാർട്ടികളുണ്ട്. സുന്നത്തൊക്കെ നിസ്കരിക്കും. എന്നിട്ട് പള്ളിയിൽ കൂടിയാണ് അവരെന്ത് ചെയ്യും? മൂല്യമാർ ചീത്തറിയും. എന്താ പറയാ? നമ്മൾ ഒരു സുന്നത്തിന് മൂല്യത്ത് പോയപ്പോൾ കിട്ടൂല. നമ്മളെ കൂട്ടത്തിൽ കൂടിയാലേ സുന്നത്തിട്ടുള്ളൂ. എന്ത് കാര്യം മൂല്യം സുന്നത്തെടുക്കൽ ശരിയാണോ തെറ്റാണോ വേറെ വിഷയം. പക്ഷെ ഇവർക്കത് പറയാൻ അധികാരമല്ല. മനസ്സിലായി പറഞ്ഞത്? സുന്നത്തെടുക്കാൻ മൂല്യം അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ലല്ലോ, ഫർദെടുക്കാൻ ഏൽപ്പിച്ചോളൂ. സുന്നത്ത് മൂല്യം എടുക്കുകയും ചെയ്യാം, എടുക്കാതിരിക്കുകയും ചെയ്യാം. എടുത്ത നല്ലത്, എടുത്തില്ല നല്ലത്. സുന്നത്ത് നിസ്കരിക്കാത്ത ഔലിയാക്കൾ കടന്നു പോയിട്ടുണ്ട്. അവർക്ക് ആ സമയം ഇൽമം പടിയിരിക്കും. മനസ്സിലായില്ല പറഞ്ഞത്? നട്ടപ്പാതിരെ മുഖം തളരും, പിന്നെ വീണു സുബൈക്ക് പിന്നെയും തുടങ്ങും. 100 100 ചില്ലാനും കുട്ടികൾക്ക് പഠിപ്പിക്കും. കാറും എൻ്റെ ഉസ്താദ് കാപ്പിൽ അവരെ തറച്ചേറ്റി കൊടുക്കട്ടെ. ആ മഹാൻ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്ന കാലത്ത് സുബൈക്കൊക്കെ ഇരിക്കുമ്പോൾ കാറും വർത്താനം പറയാൻ വയ്യ. എന്തുകൊണ്ട്? 10 100 ചില്ലാണ് കുട്ടികൾക്ക് പഠിപ്പിക്കുക. 18 20 24 സെബക്ക് ഉണ്ടാവും. നിങ്ങളത് ആലോചിച്ചൊക്കെ ഓരോ സെബക്കിൻ്റെ നീളം 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ നീളും. അപ്പോൾ മനുഷ്യൻ ഉറങ്ങാൻ എവിടെ നേരം? രാത്രി 12 മണിക്ക് സെബക്കുണ്ടായത് എനിക്കറിയാം. അവിടെ നാടനുണ്ടാവും. ആ നാടൻ സുന്നത്തായ സുന്നത്ത് സ്കരിക്കും.
എന്നിട്ട് എന്താ പണി? മൂല്യമാർത്തുന്നു. മൂല്യർക്കോ മൂല്യരടാ ഇത് ചെയ്തിട്ടല്ലേ ഇവിടെ ദീൻ നടക്കണ്. മൂല്യ സുന്നത്ത് നിസ്കരിക്കണം. പക്ഷേ എല്ലാ സുന്നത്തുകളും ചിലപ്പോൾ എടുക്കാനുള്ള നേരം ആലിമിനുണ്ടാവില്ല. ആലിം അതിനേക്കാൾ വലിയൊരു ഫർളുണ്ട് ഇവിടെ. എന്ത്? ഇസ്ലാഹുൽ ഉമ്മ, ഉമ്മത്തുൽ ഇസ്ലാമിയ. മൂല്യര് ഉറങ്ങിയ ഇബാദത്ത്, നിന്റെ ഇബാദത്ത് ദുനിയാവ്, നിന്റെ ഇബാദത്ത് ദുനിയാവായിരിക്കും. ആലിമിന്റെ ഉറക്കം ഇബാദത്തായിരിക്കും. പല ആലിമ്യങ്ങളും അങ്ങനെ ഉണ്ട്. എന്റെ സ്ഥലങ്ങളിൽ ഒരു കറാത്ത് ജീവിതത്തിൽ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. ഒരു കറാത്ത് ചെയ്യില്ല. രാവും പകലും പഠിപ്പിക്കും. ആ മനുഷ്യനല്ലേ എപ്പോഴും പറയുന്നത് ഞാനാണ്. എന്റെ ഉസ്താദല്ലേ ഈ സംസാരിക്കണത്? ഞാനാണോ ഈ സംസാരിക്കണത്? അറിയ ഞാനാണോ ഈ വർത്താനം പറയണത്? അല്ല, എന്റെ ഉസ്താദ് കാപ്പിൽ ഉമർ മുസ്ലിയാരാണ് ഈ സംസാരിക്കുന്നത്. എന്റെ ഉസ്താദ് കുട്ടി മുസ്ലിയാരാണ് ഈ സംസാരിക്കുന്നത്. എന്റെ ഉസ്താദ് അയിനിക്കോട് അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ് ഈ സംസാരിക്കുന്നത്. അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. മറ്റൊരു അവർക്കൊക്കെ മാഫറത്ത് ചെയ്യട്ടെ. ഇങ്ങനെ എന്റെ ഉസ്താദ് MP മുസ്തഫ ഫൈസിയാണ് ഈ സംസാരിക്കുന്നത്. അവർ ജീവിച്ചിരിപ്പുണ്ട്. ചില ഉസ്താദ്മാർ മരിച്ചു, 2 ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്. എന്റെ ഉസ്താദ് ബാപ്പട്ടി താജ്മിയാണ് സംസാരിക്കുന്നത്, ഞാനല്ല. അള്ളാഹുവർക്കൊക്കെ ജീവിച്ചിരിക്കുന്ന റഹ്മത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. മരിച്ചവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. അവരല്ലേ സംസാരിക്കുന്നത്, ഞാനല്ലേ. അവരല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? നാടന്മാർ എന്താഗ്രഹിക്കുക? നാടന്മാർ ഇബാദത്ത് കൊണ്ട് അവർ ആഗ്രഹിക്കുക. എന്താഗ്രഹിക്കുക? സനാ ചെയ്യപ്പെടൽ, പ്രശംസിക്കപ്പെടൽ. പള്ളി പോയി 4 ദിവസം കൂടിയിട്ടും കാണാത്ത ഒരു സംഗതി ഏതോ 4 കച്ചവടക്കാരപ്പ യാത്ര പോയപ്പോൾ കണ്ടു. കുട്ടിയെ, നിങ്ങളപ്പോ ഹൈദരാബാദിലേക്ക് വന്നപ്പോഴല്ലേ എത്രയൊക്കെ ലുആ നിസ്കാരം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഞങ്ങളടുത്ത മൂല്യ 2 റക്അത്തേ ലുആ നിസ്കരിക്കുള്ളൂ. അപ്പൊ ഞാനും അങ്ങനെ നിസ്കരിക്കൽ. എന്റെ അവറാനെ, നിങ്ങളപ്പം വന്നപ്പോഴല്ലേ ലുആ നിസ്കാരം 6 റക്അത്ത് നിസ്കരിക്കാന്ന് എനിക്ക് തോന്നിയത്. മൂല്യർക്ക് 2 നേരമില്ല. കാരണം വാതിൽക്കൽ ആളും നിൽക്കുക, ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. എന്തിന്? ഫർളാണ്. ഇത് സുന്നത്താ. മൂല്യര് സുന്നത്ത് മെനക്കിടല്ല വേണ്ടത്. പറ മനുഷ്യന്മാരെ, മൂല്യർ അവിടെ മെനക്കേണ്ടത് എല്ലാ മൂല്യരും അല്ല. ഇങ്ങനത്തെ തോഫീക്കുള്ള മൂല്യർ അള്ളാഹു തോഫീക്ക് തരട്ടെ. മനസ്സിലായി പറഞ്ഞു. അവർ ഇസ്ലാം ചെയ്തിട്ടല്ല ഈ ഉമ്മത്തോടെ മുന്നോട്ട് പോണത്. അവരില്ലെങ്കിലോ ഈ വിദഅത്തിന്റെ കക്ഷികൾ വിഴുങ്ങൂല നമ്മളെ. എന്താണ് ദീന്, എന്താണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന് നമ്മളെ പഠിപ്പിച്ചത് ഈ ഉലമാ അല്ലേ? രാവും പകലും കഷ്ടപ്പെട്ടിട്ട് പരിപാടി കഴിഞ്ഞാലോ നല്ലൊരു നേരല്ല ഇത്തവക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്ത്? പ്രത്യക്ഷ പണിയെടുക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ആലിമീങ്ങൾ ആക്ഷേപിക്കുന്നവർ ഗൗരവമായി ചിന്തിക്കുക. സൂഉൽ ഖാത്തിമയുണ്ട്. നാടന്മാര് ആലിമീങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി പള്ളിയിൽ വന്ന് കൂടരുത്. അത്തരം ആളുകളെ കരുതിയിരിക്കുക. ആലിമീങ്ങൾ ആക്ഷേപിക്കരുത്. ആലിമീങ്ങൾ ദർസ് നടത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ രാവും പകലും അവർ മുങ്ങിത്തപ്പും. എന്താണ് ശരി, എന്താണ് തെറ്റ് അവർ പരിശോധിക്കും. അവർ കഷ്ടപ്പെടും, അധ്വാനിക്കും. ഇല്ലെങ്കിൽ ഈ ഭൗതികവാദികൾ ദുനിയാവിനെ വിഴുങ്ങും. ഉലമാ ചെയ്തിട്ടുള്ള സേവനം വളരെ വലുതാണ്. ചോരതുപ്പി മരിച്ചുപോയ എത്ര ആളുകൾ ഉണ്ടായി? ഉലമാക്കളിൽ എത്ര ആളുകൾ ചോരതുപ്പി മരിച്ചുപോയി? രാവും പകലും അയാൾ പറഞ്ഞിരുന്ന മനുഷ്യനായിരുന്നു ഈ കഹസ മുസ്ലിയാർ. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. രാവും പകലും രാവും പകലും കഷ്ടപ്പാട്. പകലും സ്ഥലത്തും രാത്രി മുഴുവനും ഏതെങ്കിലും വൈക്കോലിന്റെ ലോറിക്കലും കയറിപ്പോയിട്ട് തൊഴിലൊരു കുഞ്ഞാ മുസ്ലിയാർ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ട് കരഞ്ഞ് തൃശ്ശൂർ കോടതിയിൽ ഒരു ആലിമിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ പാലക്കാട്ടേക്ക് ഫോൺ ചെയ്തു. ഫോൺ വന്നപ്പോൾ അസം മുസ്ലിയാർ കിട്ടിയ കുപ്പായിട്ടിട്ട് പറഞ്ഞ് തൃശ്ശൂരിലേക്ക്. അതിലെന്തോ ചില്ലറ പൈസ മറ്റും ഉണ്ടായിരുന്നു. അന്ന് ഒരാൾ കൊണ്ടുപോകാമെന്നൊന്നും അറിയില്ല. പണ്ഡിതനോട് പറഞ്ഞൊരു കഥയാണ്. അങ്ങനെ കോടതിയിൽ വക്കീലിന് മുന്നിൽ ഹാജരായി. ആലിമിനെ പെട്ടെന്ന് കിട്ടണം. കോടതി പിരിയുമ്പോഴത്തേനും ആലിമിനെ കിട്ടണമെന്ന് പറഞ്ഞു. എന്തോ ഒരു ഷാഫി മദ്ഹബിൽ മസലയിൽ പ്രശ്നം. ഒരു നാട്ടിലെ മഹലിൽ പറ്റാത്തതൊരു കൂട്ടർ വാദിച്ചു. മഹലിൽ മറ്റ് ഇങ്ങനെയും വാദിച്ചു. അപ്പോൾ നേര് പഠിപ്പിക്കാൻ വേണ്ടി ആലിമിനെ പെട്ടെന്ന് കിട്ടണമെന്ന് കോടതിയിൽ നിന്ന് ജഡ്ജി പറഞ്ഞു. അപ്പോൾ ആലിമിനെ വിളിച്ച് അസംബ്ലി വന്ന് കോടതിയിൽ വാദിച്ച് നേര് ജയിച്ച്. അങ്ങനെ കോടതി പിരിഞ്ഞ് വേഗം ഇറങ്ങി വരുമ്പോൾ KSRTC ബസ് പാലക്കാട്ടേക്ക് കയറ്റിവിട്ട് ബസ്സിനൊരു 10 രൂപ കൊടുക്കാൻ പേര് മറന്നുപോയി. ഈ മനുഷ്യന്റെ കയ്യിൽ 10 പൈസല്ല. 10 പൈസ ചോദിച്ചു, 10 പൈസ കൊടുത്തു. കണ്ടക്ടർ വരിക. സംഭവം പിന്നെ അസം മുസ്ലിയാർ പറഞ്ഞത്. അസം മുസ്ലിയാർ അപ്പോൾ ബാക്കിൽ നിന്ന് ബസ് മുന്നിൽ നിന്ന് ഒരാൾ വിളിച്ച് ഉസ്താദേ. അപ്പൊ നോക്കുമ്പോൾ പഴയ ഒരു ശിഷ്യനാ. അങ്ങനെ സീറ്റിട്ടി അയാൾ പൈസ മാനം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ പോക്കറ്റ് 10 പൈസ അല്ല, 10 പൈസ വേണം. ആ മനുഷ്യന് ചിന്തല്ല. കോടതി വരുമ്പോഴത്തിന് ആലിമിനെ കിട്ടണം. അപ്പൊ കിട്ടിയ കുപ്പായം ഇട്ട് പായ ഇവരല്ലേ ഇവിടെ നീ ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, അതൊന്നും പാടില്ല.
ആലിം ഉറങ്ങിയാലും ഇബാദത്തായിരിക്കും. അങ്ങനെയുമുണ്ട്. ചിന്തിക്കണം. ഇവിടെ പ്രത്യക്ഷമൊക്കെ പലതാണ്. എന്താ ഈ 4 സെക്ടറിന്റെ പുറമേ 2 സെക്ടർ കൂട്ടി പറഞ്ഞു മഹാനായ സഹീൽ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ മനുഷ്യന്മാരെ വലിയ മഹാനാണ് മഹാനായ സഹീൽ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ദറജ കൊടുക്കട്ടെ. വലിയ മഹാനാണ് അത്തമില്ലാത്ത ഇൽമിന്റെ ബഹറായിരുന്നു മഹാനായ സഹീൽ ബിൻ അബ്ദില്ലാ അത്തുസത്തരി റളിയല്ലാഹു അൻഹു. അവരെ ഉദ്ധരിക്കാത്ത ഒരു സൂഫിയും ഒരു വലിയും പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അത്രയും വലിയ മഹാനാണ്. അവർ പറഞ്ഞേ, അബു ഹംസ എന്ന നിന്റെ ഉസ്താദ് നിനക്ക് പഠിപ്പിച്ച 4 എണ്ണം പോരാ, ഇനി 2 എണ്ണം കൂടെയുണ്ട് എന്ന് മഹാനായ സഹീൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. നിങ്ങൾ ചിന്തിക്കണം. അതെന്താ ദുനിയാവിലേക്ക് പോവുക. അങ്ങനെയൊക്കെ വരും ആഖിർ സമാനിൽ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നാടനോ? അപ്പോൾ ആലിമിന്റെ മനസ്സിൽ അല്ലല്ല, പറയുന്നത് വാക്കിൽ അല്ലുണ്ട്. നാടൻ പ്രശംസിക്കപ്പെടാൻ വേണ്ടി ഇബാദത്ത് ചെയ്യാം, വാക്കിൽ അല്ലുണ്ട്. പക്ഷെ ഹൃദയത്തിൽ ദുനിയാവിന്റെ പ്രശംസയാണ് ലക്ഷ്യം. അപ്പൊ ചിന്തയിൽ പൂർണ്ണമായി ആരുണ്ടാകണം? അല്ലാഹ്. ഇല്ലെങ്കിൽ ശൈത്താൻ പൊറുക്കും. അത് ആലിമിനെയും പൊറുക്കും, നാടനെയും പൊറുക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കപ്പറ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. തഫ്സീർ വായിക്കാം ഒന്നുകൂടി ആയത്തോടെ. അല്ലാഹു 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 അലൈഹി തവക്കലു അല്ലാഹു വലി അല്ലാഹു വലി നിഅമൽ വലി ഹാദ നബി മുഹമ്മദി. ആരാണെങ്കിലും അവന്റെ ലക്ഷ്യം അല്ലാഹു ആയിരിക്കും. ആരാണെങ്കിലും ലക്ഷ്യം ഇല്ലെങ്കിലോ നീ എന്തായാലും കഴിയില്ല, കഷ്ടപ്പെടും. من علم غنيا او وقر غنيا لغناء فقد فات ثلث دينه എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു മുതലാളിയെ മുതലിന്റെ പേരിൽ ഒരാൾ ബഹുമാനിച്ചാൽ അവന്റെ ദീനിന്റെ 2/3 ഭാഗവും നഷ്ടപ്പെട്ടു പോയിരിക്കും. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. മുത്ത് മുഹമ്മദ് മുസ്തഫ. മൻ അല്ലമ ഔ വഖറ ഗനിയൻ ലിഗനാ. ഒരു മുതലാളിയെ അവന്റെ മുതൽ കാരണമായി ഒരാൾ ബഹുമാനിച്ചാൽ, മൻ അല്ലമ ഔ വഖറ ഗനിയൻ ലിഗനാ, ഒരു മുതലാളിയെ അവന്റെ മുതൽ കാരണമായി ഒരാൾ ബഹുമാനിച്ചാൽ ഫഖദ് ഫാത സുലുസാ ദീനിഹി, അവൻ ആ ബഹുമാനിച്ചവന്റെ 2/3 ഭാഗം ദീനും അതോടുകൂടെ നഷ്ടപ്പെട്ടു. ഫഖദ് ഫാത സുലുസാ ദീനിഹി. മുതലാളിയെ ബഹുമാനിച്ചാൽ ദീൻ 2 ഭാഗം നഷ്ടപ്പെട്ടു. അപ്പം നഷ്ടപ്പെട്ടു എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇവിടെയൊക്കെ ആ ഹദീസ് ഉള്ളത്. ഞാൻ ആ ഹദീസ് ഇന്നലെ കണ്ടിട്ടുണ്ട്. ഈ ഹദീസ് മൻ അല്ലമ വഖറ غنيا لغنى فقد فات ثلث دينه. ഒരു മുതലാളിയുടെ മുതൽ കാരണമായി ആ മുതലാളിയെ ഒരാൾ ബഹുമാനിച്ചാൽ ഫഖദ് ഫാത ثلث دينه, ആ ബഹുമാനിച്ചവന്റെ ദീനിന്റെ 2/3 ഭാഗം അതോടെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അവന് ദീനിന്റെ 2/3 നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? അവനെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. ആലിമിനെ ബഹുമാനിക്കാം. എന്തുകൊണ്ട്? ഇൽമെന്നാൽ അല്ലാഹുവിന്റെ നൂറാണ്. شكوت إلى وكيع سوء حفظي فأوصاني بترك المعاصي وقال العلم نور الله حقا ونور الله لا يعطى لعاصي. മഹാനായ ഇമാം അശ്ശാഫിഈ റളിയല്ലാഹു തആല മഹാനവർകൾ പറഞ്ഞു, എൻ്റെ ഉസ്താദ് എന്നെ ഉപദേശിച്ചു. എന്ത്? നാഫിയ ഇൽമ അല്ലാഹു തആല ദോഷികൾക്ക് കൊടുക്കൂല. മോനെ, ഇൽമ അല്ലാഹുവിന്റെ പ്രകാശമാണ്. ഒരു ആലിമിനെ ഇൽമ കാരണം ബഹുമാനിച്ചാൽ ദീനുണ്ടാവും. ഒരു മുതലാളിയെ മുതൽ കാരണം ബഹുമാനിച്ചാൽ ദീൻ നഷ്ടപ്പെടും. ആലിമിനെ ഇൽമിൽ ബഹുമാനിക്കുന്നു നല്ലത്. എന്തുകൊണ്ട്? ഇൽമ പറഞ്ഞാൽ ഫിർഔന്റെ ബാക്കിയല്ല, അമ്പിയാക്കന്മാർ ബാക്കിയാണ്. മുതൽ ഫിർഔന്റെ ബാക്കിയാണ്. كم تركوا من جنات وعيون وزروع ومقام كريم. മുതലാളിമാർ ഇവിടെ എത്തിച്ചു പോയതാണ് മുതൽ. ബഖിയത്തുൽ അംബിയാ, അമ്പിയാക്കന്മാർ ഇട്ടേച്ചു പോയതാണ്. എന്ത് എന്ത് ഇൽമ? മാലോ ബഖിയത്തുൽ ഫറാഇന, ഫിർഔൻമാരുടെ ബഖിയത്താണ്. എന്ത്? മുതല്. ഒരു ആലിമിനെ ബഹുമാനിച്ചാൽ ദീനുണ്ട്. ആലിമീങ്ങളും ആലിമല്ലാത്തൊരു ഭക്ഷണത്തിനിരുന്നാൽ ആലിമീങ്ങൾ ഭക്ഷണത്തിൽ കൈവെക്കാതെ മറ്റുള്ളവർ ഭക്ഷണത്തിൽ കൈവെക്കാൻ പാടില്ല എന്ന് ഷെയ്ഖ് സാബൂനി തങ്ങൾ തന്റെ തഫാസീറിൽ ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കിതാബിന്റെ ഗവേഷണം. ആലിമീങ്ങളും ആലിമീങ്ങളല്ലാത്തവരും എത്രത്തോളം ഒരു ഭക്ഷണത്തിന് നിൽക്കുകയാണെങ്കിൽ ആലിമ കൈവെക്കുന്നത് വരെ മറ്റുള്ളവർ കൈവെക്കാൻ
എന്തുകൊണ്ട് മോലിയർ തോനത്ത് നോട്ടേന്നല്ല, അവരെ ഇക്രാമ് ചെയ്യുക. മുത്തറസൂള്ള ഭക്ഷണത്തിൽ കൈവെക്കാതെ സ്വഹാബത്ത് ചെയ്യൂല. മുത്തറസൂള്ള തിന്നാൻ വേണ്ടിയല്ല, കുറച്ച് തിന്നോളൂ, എന്നാലും ഹബീബ റസൂലാണ് ഇക്രാമ് ചെയ്യുക. അവർ വിഷ്കാണെങ്കിലും അവരോട് ഇരിക്കും. റസൂള്ള എല്ലാവർക്കും ഇരിപ്പിടം കിട്ടി ഇരുന്നിട്ട് റസൂള്ള ഭക്ഷണത്തിൽ കൈവെക്കുള്ളൂ. റസൂള്ളത്തെ ഭക്ഷണത്തിൽ കൈവെക്കാതെ സ്വഹാബികൾ ഭക്ഷണത്തിൽ കൈവെക്കൂല. അള്ളാഹുവിനെക്കാളും റസൂലിന്റെ മുന്നിൽ നിങ്ങൾ മുന്തിക്കരുത്, നിങ്ങളെ മുന്തിക്കരുത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഷെയ്ഖ് സാബൂനി തങ്ങൾ തന്റെ സുഫത്ത് തഫാസിറിൽ പറയുന്നുണ്ട്, ഇപ്രകാരം തന്നെയാണ് ആരും ആലിമീങ്ങൾ അഹ്ലു ബൈത്തിൽപ്പെട്ട സാദാത്തുക്കളും അങ്ങനെ തന്നെയാണ്. അവരും നമ്മൾ ഒരു സുപ്രയിലിരിക്കുമ്പോൾ അവർ കൈവെക്കാതെ നമ്മുടെ കൈ അവിടെ വെക്കാൻ പാടില്ല. അതിന്റെ ബഹുമാനിക്കുക. എന്തിനു വേണ്ടി? അവരുടെ കയ്യിൽ അല്ലാഹുവിന്റെ പ്രകാശമുണ്ട്. എന്നാൽ മുതലാളിയെ മുതൽക്കാരണമായി ഒരാൾ ബഹുമാനിച്ചാൽ അവന്റെ ദീനിന്റെ 2/3 ഭാഗവും അതോടെ നഷ്ടപ്പെട്ടുവെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. ما في قلبي غير الله أعلى النبي صلى الله حق لا إله إلا الله 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 عليه توكلوا إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم